ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ്. ഒരു ഫിഷ് കറി മീൽസാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. ഒരു ഫിഷ് ഫ്രൈ, ഒരു ഫിഷ് കറി, അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് തോരനും കൂടി ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലഞ്ച് മെനു ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ മീനാണ്. ഞാൻ എടുത്തിരിക്കുന്നത് പ്രാഞ്ഞൽ എന്ന് പറഞ്ഞ മീനാണ്. ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 8 കഷ്ണം മീനുണ്ടാകും. ഇനി കറിക്കായിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് നമുക്ക് സവാള വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ചെറിയ ഉള്ളി കൊണ്ട് കറി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ 20 ചെറിയ ഉള്ളിയും 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുമാണ് എടുത്തിരിക്കുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ ചതച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറേശ്ശെയായിട്ട് പല പ്രാവശ്യമായിട്ടിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി കാണുന്ന പോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. വറുക്കാനായിട്ട് ഞാനിവിടെ 4 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല പുരട്ടി വെക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് പ്ലേറ്റിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. മീൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാനൊരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി മിക്സ് ചെയ്തെടുത്ത മസാല നമുക്ക് മീനിൻ്റെ എല്ലാ സൈഡിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മസാലയുടെ ടേസ്റ്റ് എല്ലാം മീനിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി നമുക്കിത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിരുന്നതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. മീൻ കറിയെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചട്ടി കയ്യിലെടുത്ത് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും എണ്ണ ഇതുപോലെ ആക്കി കൊടുക്കണം. മൺചട്ടി കൂടുതൽ ചൂടാകുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിക്ക് പൊട്ടൊന്നും വീഴാതിരിക്കും. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം മൂത്ത് ചെറിയ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി വരുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഉള്ളിയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടിയോ ഉലുവാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഈ 2 പൊടികൾ മാത്രമേ ഇതിനായിട്ട് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. പൊടികൾ കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ പൊടിയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തിപ്പോൾ നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നാൽ കൂടുതൽ വെള്ളം പോലെ ആയി പോകാൻ പാടില്ല. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിയിലേക്ക് പുളിക്കായിട്ട് ഞാൻ ചേർക്കുന്നത് വിനാഗിരിയാണ്. ഇപ്പോൾ വിനാഗിരി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തക്കാളിയോ അതിന് പകരമായിട്ട് ഒരു കഷ്ണം കുടംപുളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. വിനാഗിരി നിങ്ങളുടെ പുളിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം.
ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് തിളപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പും പുളിയെല്ലാം ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞ് കറി ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കണം. ഇനി സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ ഒന്ന് മൂടി ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയും ചെയ്യണം. മീനിൻ്റെ കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചെറിയ മീനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. കുറച്ച് ദശക്കട്ടിയുള്ള മീനൊക്കെ ആണെങ്കിൽ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മീനിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കറിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മീൻ കറി നമ്മൾ പറയുന്നത് കൊച്ചിക്കാരുടെ മീൻ തിളപ്പിച്ചതെന്നാണ്. നമ്മൾ അപ്പോൾ ഇതിനു മുമ്പ് കരിമീൻ തിളപ്പിച്ചതിൻ്റെയും മത്തി തിളപ്പിച്ചതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കാൻ കൂടുതൽ നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനുകളാണ്. ഇപ്പോൾ കറി കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയിലെ എണ്ണയെല്ലാം തെളിച്ച് നല്ല പാകത്തിന് കുറിയെല്ലാം വന്നിട്ടുണ്ട്. ഈ കറിയുടെ ഗ്രേവി എന്ന് പറഞ്ഞാൽ കൂടുതൽ കുറിയതായിരിക്കില്ല. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. ഇപ്പോൾ കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സമയത്ത് നമ്മളൊന്ന് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും പുളിയെല്ലാം കുറവാണെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്രാഞ്ചൽ തിളപ്പിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് തോരനാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബീറ്റ്റൂട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. തോരനുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉഴുന്ന് നല്ലപോലെ മൂത്ത് ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള കൂടുതൽ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം ഒന്ന് മാറുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടി ചേർത്ത് കൊടുക്കണം. ബീറ്റ്റൂട്ട് ചേർത്ത് ഒരു 2-3 മിനിറ്റ് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കണം. ബീറ്റ്റൂട്ടിന് കുറച്ച് വേവ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇപ്പോൾ ബീറ്റ്റൂട്ട് ചെറുതായിട്ട് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ബീറ്റ്റൂട്ട് പാൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ നടുവിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്തിരിക്കുന്നത്. തേങ്ങ ചിരവിയത് ചേർത്തതിന് ശേഷം ബീറ്റ്റൂട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ പൊട്ടി വെച്ച് കൊടുക്കാം. ഇനി പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇനി പാൻ്റെ മൂടി മാറ്റി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ട് നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി പാൻ തുറന്ന് വെച്ച് 2-3 മിനിറ്റ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ വളരെ രുചികരവും നല്ല ഹെൽത്തിയുമായി നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. ഇപ്പോൾ മീനിൽ മസാല പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സ്റ്റവ് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. മീൻ വറുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ വറുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മീനിന്. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇപ്പോൾ മീൻ ഫ്രൈയുടെ 2 സൈഡ് മൂത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ലഞ്ചിനിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല കുത്തരി ചോറും, അതിൻ്റെ കൂടെ ബീറ്റ്റൂട്ട് തോരൻ, ചേമ്പുംതാളും കപ്പയും കൂടിയുള്ള പുഴുക്ക്, മീൻ കറി, അതുപോലെ തന്നെ മാങ്ങാച്ചാർ. മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റിയായിട്ടുള്ള റെസിപ്പിയാണ്. വീണ്ടും ഇതുപോലെ നല്ല യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.